ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ. ബലപ്രയോഗമോ അക്രമ സംഭവങ്ങളോ ഉണ്ടാകില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി. തൃപ്രയാറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം വൈകിട്ട് CC മുകുന്ദൻ MLA അധ്യക്ഷതയിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് 7-ാം കല്ലിൽ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ വാടാനപ്പള്ളി പഞ്ചായത്ത് ശ്രമിക്കുന്നതായി ആരോപണം. കനോലി കനാലിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന തോട് പൂർണ്ണമായും മൂടിക്കളഞ്ഞാണ് പെട്രോൾ പമ്പിനായി സ്ഥലം തയ്യാറാക്കിയത്. വാർത്തകളിലേക്ക് വിശദമായി. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. ബുധനാഴ്ച അർദ്ധരാത്രി 12-ന് ആരംഭിക്കുന്ന പണിമുടക്ക് വ്യാഴം രാത്രി 12 വരെ തുടരും. പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1000-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിന് പുറമെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തുന്നു. പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്, KSRTC ജീവനക്കാരും പണിമുടക്കുന്നതിനാൽ പൊതുഗതാഗതം സ്തംഭിക്കും. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൊഴിലുകൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്ന് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പണിമുടക്കിന് മുന്നോടിയായി തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് നൽകി. അതേസമയം അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായി നേതൃത്വം അറിയിച്ചു. ബലപ്രയോഗമോ അക്രമ സംഭവമോ ഉണ്ടാകില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി വ്യക്തമാക്കി. TCV തൃശൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഗുരുവായൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണി വാർനാട്ട് ക്യാപ്റ്റനായ ജാഥ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KN രാജേഷ് അധ്യക്ഷത വഹിച്ചു. നിക്സൺ ഗുരുവായൂർ, ജെയിംസ് ആളൂർ, ശ്യാം പെരുമ്പിലാവിൽ, P രമേശ്, തിലകൻ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വൈകിട്ട് പൊതുസമ്മേളനം നടക്കും. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയായിരിക്കും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. TD സുഭാഷാണ് പ്രസിഡന്റ്. സെക്രട്ടറിയായി CG ജോസിനെയും ട്രഷററായി ബിജുകുമാറിനെയും തെരഞ്ഞെടുത്തു. MP തോമസ്, R മോഹനകൃഷ്ണൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. സന്തോഷ് ജോസ്, ജോർജ് ലിയോ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാകും. IH റഫീഖ്, OK മണി, P ആന്റണി എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ വാടാനപ്പള്ളി പഞ്ചായത്ത് ശ്രമിക്കുന്നതായി ആരോപണം. 7-ാം കല്ലിന് സമീപം ദേശീയപാത ബൈപ്പാസ് നിർമ്മാണം നടക്കുന്നതിനടുത്ത് കനോലി കനാലിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന തോട് പൂർണ്ണമായും മൂടിക്കളഞ്ഞാണ് പെട്രോൾ പമ്പിനായി സ്ഥലം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുമൂലം വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ട് വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. തൽസ്ഥിതി നിലനിർത്താൻ കോടതി ഉത്തരവുണ്ടെന്നും നാട്ടുകാർ പറയുന്നു.
പരിസരത്ത് ഒരു പറമ്പെടുത്തതിൻ്റെ ഭാഗമായിട്ട് പെട്രോൾ പമ്പ് വരുന്ന ഭാഗമായിട്ട് തോടുകളെല്ലാം മൂട്ടി അവിടെ കംപ്ലീറ്റ് കാനകളെല്ലാം മൂട്ടിയിട്ട് അവർ വെള്ളം പൊന്നുന്നൊരവസ്ഥയുണ്ടായി. അതിനെതിരെ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, കളക്ടർ അതുപോലെ തന്നെ പരാതി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നടപടി ഉണ്ടാകത്തിൻ്റെ പേരിൽ ഞങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി കോടതിയുമായി ബന്ധപ്പെടുകയുണ്ടായി. അവിടുന്ന് ആളുകൾ ഈ തോട് തുറക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് ഓർഡർ കൊടുക്കുകയുണ്ടായി. കോടതിയിൽ ഒരു ഹൈക്കോടതി സ്റ്റാറ്റസ് നിലനിൽക്കുന്ന കാരണം ഇവിടെ തോട് തുറക്കാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് പഞ്ചായത്ത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിനുമായി ഈ പറമ്പെടുത്ത ഉടമസ്ഥ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തൃശൂരിൽ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കോപ്പറേറ്റീവ് കോളേജിന് സമീപം റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. ചൂടേറ്റ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റും ബമ്പറും ഉരുകി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പെരുമ്പിലാവ് തിപ്പിലിശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന കെ കരുണാകരൻ റോഡ് തകർന്നു കിടക്കുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. കടവല്ലൂർ പോർക്കുളം പഞ്ചായത്തുകളുടെ കീഴിലാണ് ഈ റോഡ്. കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഭാഗം കഴിഞ്ഞ മാർച്ചിൽ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട 1/2 കിലോമീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ്. തിപ്പിലിശ്ശേരി ഭാഗത്തു നിന്ന് അക്കിക്കാവ് ബൈപ്പാസിലേക്ക് വേഗത്തിൽ എത്താൻ കഴിയുന്ന റോഡാണിത്. പെരുമ്പിലാവ് സെന്ററിൽ ഗതാഗത തടസ്സം വരുമ്പോൾ ഈ വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകാറുള്ളത്. റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടിപ്പർ ലോറികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാജ്യത്ത് ഇനി മുതൽ എല്ലാ സർക്കാർ പരിപാടികളിലും എല്ലാ സ്കൂളുകളിലും ദേശീയഗാനത്തിന് മുൻപ് ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വന്ദേമാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റു നിൽക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 6 ചരണങ്ങളുള്ള വന്ദേഭാരതത്തിന്റെ പ്രത്യേക പതിപ്പാണ് ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നത്. 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ പതിപ്പ് ആലപിക്കണമെന്നാണ് പുതിയ നിർദ്ദേശമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ജീവിത സായാഹ്നത്തിൽ ഉല്ലാസ നിമിഷങ്ങൾ സമ്മാനിച്ച് വയോജനങ്ങളുടെ വിനോദയാത്ര. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 32-ാം വാർഡിലെ സ്നേഹപ്പൂക്കൾ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ MK സഹീർ നയിച്ച വിനോദയാത്ര നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാണിയേലി പോര്, കപ്രിക്കാട് അഭയാരണ്യം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പൽ പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. ലീഗ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ലീഗ് നേതാവ് ഇസ്മായിൽ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, വൈസ് പ്രസിഡന്റ് മിനി ഐബ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിജയ ഗോപി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. കമ്മാല് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും നോക്കട്ടെ മേടിക്കുന്ന ആള് കൊടുക്കുന്ന ആളും എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടന്നൂർ താജ് പാലസിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ്, PM സജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, K സതീഷ് കുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്, പഞ്ചായത്ത് സെക്രട്ടറി G ഗോകുൽകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനു മുമ്പ് നമ്മൾ കോട്ടപ്പുറം വഴിയുള്ള കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി. ബാങ്ക് പ്രസിഡന്റ് KM സലീം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലതാ ദേവദാസിന് തുക കൈമാറി. ബാങ്ക് വൈസ് പ്രസിഡന്റ് MS വിനയകുമാർ, മുൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CP രമേശൻ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PA ജോൺസൺ, അഡ്വക്കേറ്റ് M ബിജുകുമാർ, KB മഹേശ്വരി, രഘു പരാരത്ത്, രാജേഷ് വളർക്കോടി, ലതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.
പുത്തൻപിടിക ഗവൺമെന്റ് LP സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തോടു കൂടിയ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതിയുടെയും 126ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ്, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിന് മാതൃകാപരമായ വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ ജനങ്ങൾക്കായിട്ട് മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിനായി ഒരുങ്ങി. ശിവരാത്രി നാളിൽ ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് അഭിഷേകം നടത്താൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ക്ഷേത്രം. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹാഭിഷേകം നടക്കും. അന്നേ ദിവസം മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാരപൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന എന്നിവയുമുണ്ടാകും. മറ്റത്തൂർ സെന്റ് ജോസഫ്സ് UP സ്കൂളിലെ 77ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സ്കൂൾ മാനേജർ ഫാദർ തോമസ് വെളക്കനാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ജൈവവൈവിധ്യ പാർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു എൻഡോമെന്റ് വിതരണം നടത്തി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൃതിയുടെ സാമ്പത്തിക സഹായത്തോടെ ക്ലാസ് മുറികളിൽ അനൗൺസ്മെന്റ് സംവിധാനം സ്ഥാപിച്ചു. അനൗൺസ്മെന്റ് സംവിധാനത്തിന്റെ കൈമാറ്റം വിദ്യാലയത്തിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ, സ്മൃതി പ്രസിഡന്റ് KK ഹസീന, സീനിയർ അസിസ്റ്റന്റ് OF ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കാലപ്പഴക്കം മൂലം പൊളിച്ചു നീക്കിയ വെള്ളിക്കുളങ്ങര സർക്കാർ മൃഗാശുപത്രിയുടെ പുനർനിർമ്മാണം എങ്ങും എത്തിയില്ല. മൃഗാശുപത്രി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കാടുകയറി കിടക്കുകയാണ്. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഹൈസ്കൂളിന് സമീപമുണ്ടായിരുന്ന മൃഗാശുപത്രി കെട്ടിടം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയിട്ട് 2 വർഷത്തോളമായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ വൈകുകയാണ്. പുതിയ മൃഗാശുപത്രി കെട്ടിടത്തിനായി 1 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നേരത്തെ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുനർനിർമ്മാണത്തിന് ഇത്രയും തുക അനുവദിച്ചു കിട്ടാൻ കാലതാമസം വരുമെന്നാണ് സൂചന. 2024-ൽ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയും മൃഗാശുപത്രിയുടെ പ്രവർത്തനം താൽക്കാലികമായി വെള്ളിക്കുളങ്ങര മോനോടി റോഡിലുള്ള ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്തെ സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ നാളിതുവരെയായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മൃഗാശുപത്രി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കാടുകയറി. ഈ കോമ്പൗണ്ടിൽ നിർമ്മിച്ച ലബോറട്ടറി കെട്ടിടവും അനാസ്ഥമായി കിടക്കുകയാണ്. TCV ന്യൂസ്, കൊടകര. അരിമ്പൂർ പഞ്ചായത്തിലെ എറവിലെ മൃഗാശുപത്രിയിൽ കഴിഞ്ഞ 1 മാസമായി ഡോക്ടറില്ല. ക്ഷീരഗ്രാമമായിട്ടും മൃഗാശുപത്രിയിൽ ഡോക്ടറില്ലാത്തതിൽ വലഞ്ഞ് ക്ഷീരകർഷകരും ഗുണഭോക്താക്കളും. ഈ ഡിസ്പെൻസറിയിൽ ഡോക്ടറില്ലാത്തതിനാൽ അന്തിക്കാടുള്ള ഡോക്ടർക്കാണ് അധിക ചുമതല നൽകിയിരിക്കുന്നത്. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ എന്നിവരാണ് നിലവിൽ അരിമ്പൂർ മൃഗാശുപത്രിയിലുള്ളത്. അത്യാവശ്യം വന്നാൽ അന്തിക്കാടുള്ള ഡോക്ടറെ അറിയിക്കും. അല്ലാത്ത പക്ഷം റാബീസ് വാക്സിനേഷൻ, പൊതുവായിട്ടുള്ള വാക്സിനേഷൻ എന്നിവ ഇവിടെയുള്ളവർ തന്നെ നൽകും. ഇതുവരെയായിട്ടും ഡോക്ടറെ നിയമിക്കാൻ അധികൃതർ തയ്യാറാകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനു പുറമെ ഡിസ്പെൻസറി കെട്ടിടവും അതീവ ശോചനീയാവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന നിലയിലാണ് കെട്ടിടം. കഴിഞ്ഞ സെപ്റ്റംബറിൽ അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ വന്ന് ശോചനീയാവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിനെ തുടർന്ന്
ജില്ലാ ഓഫീസിൽ നിന്നും ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് പ്രശ്നത്തിലിടപെട്ട കളക്ടർ അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറിയോട് എത്രയും പെട്ടെന്ന് ഈ സ്ഥാപനം മാറ്റിസ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുവെങ്കിലും ഇതുവരെയും പഞ്ചായത്തിൽ നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഒട്ടനവധി ക്ഷീര കർഷകരാണ് ഈ പഞ്ചായത്തിലുള്ളത്. നമുക്ക് ഏക ആശ്രയമായ അരിമ്പൂര് എറവ് സ്ഥിതി ചെയ്യുന്ന ആറാങ്കല്ല് മൃഗാശുപത്രിയിൽ ഡോക്ടർ സേവനം നമുക്ക് ലഭ്യമല്ല. ഒരു മാസത്തിലേറെയായി ഡോക്ടർ ഇവിടെ ഇല്ലാതെ ഇരിക്കുന്നത്. ഇവിടുത്തെ ജീവനക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞ് പോവാറായ മേൽക്കൂരകളും ഓടുകളും വളരെയധികം ഭീതിയിലാണ് ഇവിടുത്തെ ജീവനക്കാർ ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെയുള്ള ഏക ശുചിമുറി പൊളിഞ്ഞു കിടക്കുകയാണ്. അടർന്നു നിൽക്കുന്ന ടൈലുകൾക്കിടയിലും ചിതൽപുറ്റ് പിടിച്ചു കിടക്കുന്ന കട്ടിളകൾക്കിടയിലും മറ്റും ചെറിയ പാമ്പുകളെയും മറ്റു ക്ഷുദ്രജീവികളെയും കാണാറുള്ളതിനാൽ ജീവനക്കാർ ഭീതിയിലാണ്. ഈ ഡിസ്പെൻസറിയിൽ ഡോക്ടറെ നിയമിക്കുകയും സുരക്ഷിതത്വം ഒരുക്കുകയും ചെയ്ത് പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. നോക്കാം ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,530 രൂപ, പവന് 1,16,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കേന്ദ്ര നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ. ബലപ്രയോഗമോ അക്രമ സംഭവങ്ങളോ ഉണ്ടാകില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി. തൃപ്രയാറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. പൊതുസമ്മേളനം വൈകിട്ട് CC മുകുന്ദൻ MLA അധ്യക്ഷതയിൽ ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് 7-ാം കല്ലിൽ പെട്രോൾ പമ്പിന് അനുമതി നൽകാൻ വാടാനപ്പള്ളി പഞ്ചായത്ത് ശ്രമിക്കുന്നതായി ആരോപണം. കനോലി കനാലിലേക്ക് മഴവെള്ളം ഒഴുകിപ്പോകുന്ന തോട് പൂർണ്ണമായും മൂടിക്കളഞ്ഞാണ് പെട്രോൾ പമ്പിനായി സ്ഥലം തയ്യാറാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.